പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പരിശുദ്ധമാണെന്ന് പറഞ്ഞ പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഈ ദിവസം മുതൽ ഈ പരിശുദ്ധ മാസത്തിൽ നിർബന്ധമായി നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ 7ഓളം മഹത്വങ്ങൾ ഈ മാസത്തിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ വലിയ ഭാഗ്യം ഉണ്ടാവും. ഈ മാസം ഒരാൾക്ക് ഓക്കെ ആയി കിട്ടിയാൽ ജീവിതത്തിൽ വലിയ ലാഭം ഉണ്ടാവും. ഈ മാസത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്താൽ അവർ ഹജ്ജ് ചെയ്യാതെ മരിക്കൂല. ഉറപ്പായിട്ട് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടും. അള്ളാഹു സൗഭാഗ്യം നൽകും. ഹജ്ജിന് പോകുന്നവരുടെയോ നമ്മുടെ കൂട്ടുകാർ കുടുംബക്കാർ തമ്മിൽപ്പെട്ടവർ അൻവാർ ഫസൻ്റെ കുടുംബത്തിൽ ഹജ്ജിന് പോകുന്നവരുണ്ട്. അവരുടെ ഹജ്ജ് പെട്ടെന്ന് സ്വീകരിക്കാനുള്ള മാർഗ്ഗമുണ്ട്. അതിനുള്ള ദുആ ഉണ്ട്. ഏതാണ് ആ ദുആ? ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം, പ്രത്യേകിച്ചും മുടങ്ങാതെ നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, ഒരുപാട് പേർക്ക് ക്ലാസ് എത്തിച്ചു കൊടുക്കുന്ന ഒട്ടനവധി ആളുകൾ, എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റിത്തരട്ടെ. പ്രത്യേകിച്ച് ദുആയിൽ ഓർക്കണം ചേർക്കണം എന്ന് പറഞ്ഞവരുടെ എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നാമൊക്കെ തന്നെ പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിൻ്റെ ആദ്യ ദിനത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്തുകൊണ്ടും സൗഭാഗ്യങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ പെയ്തിറക്കുന്ന അമൂല്യമായ സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് പോലും നമുക്ക് വെറുതെ മിസ്സായി പോയി എന്ന് വരാൻ പാടില്ല. പരമാവധി നമ്മൾ ഈ മൂല്യമുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇനി നമ്മൾ അശ്രദ്ധവതികളായി പോയാൽ ഭീമമായ നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ബോധവാന്മാരാകാൻ ഇന്നത്തെ ടോപ്പിക് അതാണ്. പരിശുദ്ധമാക്കപ്പെട്ട പോരിശാക്കപ്പെട്ട ദുൽഖഅദ് മാസം കയറി വരുമ്പോൾ, അതിൻ്റെ ആദ്യ ദിനം കയറി വരുമ്പോൾ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഫസ്റ്റ് വൺ സൂചിപ്പിച്ചതുപോലെ ഈ പരിശുദ്ധ മാസത്തെ സ്വീകരിക്കുക, മനസ്സുകൊണ്ട് സ്വീകരിക്കുക. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിലേക്ക് അനുവാദം നൽകിയതിന് എത്രയോ ആളുകൾ ഇന്നലെ മണിക്കൂറുകൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകൾ ഒട്ടനവധിയുണ്ട്. നമ്മൾ കേട്ടല്ലോ വലിയൊരു ദുരന്ത വാർത്ത അല്ലേ? എക്സ്കർഷന് പോയ, ഒരു ടൂറിന് വേണ്ടി പോയ, പിന്നെ വാഹനം മറിഞ്ഞ് കൊക്കയിലേക്ക് മറിഞ്ഞ് 10ഓളം വരുന്ന, അതിൽ പരം വാർത്തകൾ അങ്ങനെയാണ് വരുന്നത്. അതിൽ മുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരിമാരും ഉമ്മമാരും മാത്രമല്ല, മക്കൾ മാത്രമല്ല, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവരടക്കം എല്ലാം നമുക്ക് വേദനയാണ്. ഒരു വിശ്വാസിക്ക് എല്ലാം വേദനയാണ്. കാരണം ഇവിടെ നമ്മളൊരു കുടുംബങ്ങളെ പോലെയാണ് ഏത് മതക്കാരും ജീവിക്കുന്നത്. എല്ലാവരുടെയും വേദന നമ്മുടെ വേദനയാണ്. അങ്ങനെ വലിയ വേർപാടിൻ്റെ നൊമ്പരം, വലിയ സന്തോഷത്തിൻ്റെ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി പോയിട്ട് തിരിച്ച് ഡെഡ് ബോഡിയായിട്ട് മടങ്ങി വരിക, മയ്യത്തായിട്ട് മടങ്ങി വരിക, വാർത്ത നമ്മൾ കേട്ടതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം, അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഓരോ മിനിറ്റും, നമ്മുടെ മുന്നിൽ വെക്കുന്ന ഓരോ സമയങ്ങളും സന്ദർഭങ്ങളും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ സമ്പത്താണ്. അതിൽ ദുൽഖഅദ് മാസത്തിലേക്കുള്ള അനുവാദം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ സമ്മാനമാണ്. നമുക്ക് നോക്കാം എന്താ ദുൽഖഅദ് മാസം എന്ന്. ദുൽഖഅദ് മാസം എന്ന് പറഞ്ഞാൽ ആ അറബി വേർഡിൻ്റെ മീനിങ് തന്നെ വരുന്നത് എന്താ? ഇരുത്തമുടയ മാസം എന്നാണ്. ഇരിക്കുന്ന, ഒന്ന് റെസ്റ്റ് എടുക്കുന്ന മാസം എന്ന് പറയും പോലെ കുറച്ച് ഇരിക്കുക. അത് എന്തിൽ നിന്നാണ് ഇരിക്കുന്നത്? യുദ്ധങ്ങളും ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള നിർബന്ധ സാഹചര്യത്തിൽ, യുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരും ബേജാറാകണ്ട. നിർബന്ധ സാഹചര്യത്തിൽ, അതായത് വേറെ നിർവാഹമില്ലാത്ത ഘട്ടത്തിൽ, അങ്ങനെയൊക്കെയാണ് യുദ്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയല്ല. അത് നിർബന്ധ സാഹചര്യങ്ങൾ വരുന്നതാണ്. അത്തരം പിന്നെ അധ്വാനങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ പ്രോഗ്രാമുകളും നിർത്തിവെച്ചിട്ട് അതിൽ നിന്നൊക്കെ സലാമത്തായി ഒന്ന് പിന്നെ ഫ്രീ ആകുന്ന ഒരു സന്ദർഭം, അതാണ് ഇരിക്കുന്ന മാസം എന്ന് പറയുന്നത്, ദുൽഖഅദ എന്ന് പറയുന്നത്. ഇരുത്തമുടയ മാസം. ദുൽഹിജ്ജ എന്ന് പറയില്ലേ, ഹജ്ജ് ഉള്ള മാസം എന്ന് പറയും പോലെ, ദുൽഹിജ്ജക്ക് എന്ന് പറയും പോലെ. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അതാണ് ആ വാക്കിൻ്റെ വേടിൻ്റെ അർത്ഥം. അത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകമായ ഒരു വെറൈറ്റിയാണ്. ഒന്നാമത്തത്. രണ്ടാമത്തെ, ഈ മാസത്തിൻ്റെ പ്രത്യേകത, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിട്ടുള്ള 4 ഉംറ അവിടുന്ന് ചെയ്തിട്ടുള്ളത്. ഈ 4 ഉംറയും സംഭവിച്ചത് എവിടെയാണ്?
ദുൽഖഅദ മാസത്തിലാണ്. 3 ഉംറയും പരിപൂർണമായി ദുൽഖഅദ മാസത്തിൽ നടന്നു. 4ാമത്തെ ഉംറയുടെ ഇഹ്റാം നടന്നതും ദുൽഖഅദയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഉലമാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 ഉംറയും ദുൽഖഅദ മാസത്തിൻ്റെ വെറൈറ്റി പ്രത്യേകതയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം. അതൊരു പ്രത്യേകത. ഇനി കേട്ടുള്ളൂ, ദുൽഖഅദ മാസത്തിൻ്റെ 3ാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു അറിയിക്കുന്നൊരു വഹയുണ്ട്, ഒരു മെസ്സേജ്. എന്താ മെസ്സേജ്? വഅദനാ മൂസ 30 ലൈല, അതായത് 30 ദിവസം കൃത്യമായി പ്രോപ്പറായി നോമ്പ് പിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. 30 ദിവസം, ഒരു മാസക്കാലം ഫുൾ ടൈം നോമ്പ് പിടിച്ചിട്ട് വേണം തൂരി സീനാ പർവ്വതത്തേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി വരാൻ. അതിനെ ഒരുക്കുകയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ആ ഒരുക്കത്തിന് വേണ്ടി നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞ 30 ദിവസമല്ലേ ആ ഒരു മാസം. ഏതാ മാസം? ദുൽഖഅദ മാസമാണെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അപ്പം മൂസ നബി കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് തൗറാത്ത് കൊടുക്കാൻ വേണ്ടി ആ ഒരു സെലക്ഷൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ അമൽ നിശ്ചയിച്ചു കൊടുക്കുന്ന നോമ്പിൻ്റെ ദിവസം നിശ്ചയിക്കുന്നത് ദുൽഖഅദ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെയോ 4ാമത് പ്രിയപ്പെട്ടവരെ മിൻഹ അർബഅത്തുൻ ഹുറും, പരിശുദ്ധ ഖുർആനിൽ 12 മാസങ്ങളെ അള്ളാഹു സംവിധാനിച്ചു. അത് അള്ളാഹുവിൻ്റെ സമയ സംവിധാനമാണ്. ഇന്ന ഇദ്ദത്തു ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ, അള്ളാഹു 12 മാസങ്ങളെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. മിൻഹ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങൾ ഒരേപോലെയല്ല, 4 മാസങ്ങൾ വെറൈറ്റിയാണ്, ഹുറുമത്തുള്ളതാണ്. ആ 4 മാസങ്ങൾ വലിയ മഹത്വവും ബഹുമാനമുള്ള മാസമാണ് എന്ന് പറഞ്ഞ 4 മാസങ്ങളിൽ പ്രധാനപ്പെട്ട മാസം തന്നെയാണ് ഏത്? ദുൽഖഅദ. മുഹറമുണ്ട്, റജബുണ്ട്, ദുൽഖഅദ ഉണ്ട്, ദുൽഹിജ്ജ ഉണ്ട്. അതിൽ പെട്ടതാണ് ഏത്? നമ്മൾ കയറി വന്നിട്ടുള്ള ദുൽഖഅദ മാസം. അപ്പോൾ ഖുർആൻ വലിയ ബഹുമാനമുണ്ട്, പവിത്രതയുണ്ട് എന്ന് അടയാളപ്പെടുത്തിയ മാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിൽ ഒരു നന്മ ചെയ്താൽ അക്സറു സവാബാന്ന. കഴിഞ്ഞ മാസത്തെ പോലെയല്ല നമ്മുടെ നന്മ. കഴിഞ്ഞ മാസം ശവ്വാലാണ്, പെരുന്നാളുണ്ടായ മാസമാണ്, ചെറിയ പെരുന്നാൾ അടക്കമുണ്ടായ മാസമാണ്. നല്ല മാസം, വലിയ മാസമൊക്കെ തന്നെയാണ്. പക്ഷെ ദുൽഖഅദയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ശവ്വാൽ മാസം ഒന്നുമല്ല. ദുൽഖഅദ ഖുർആൻ ആദരിച്ച മാസമാണ്. ഒരു നന്മ ചെയ്താൽ അക്സറു സവാബ, ഒരു തിന്മ ചെയ്താലോ അള്ളാൻ്റെ അടിയുടെ ശക്തി കൂടും എന്ന് പറഞ്ഞ മാസം കൂടെയാണ്. ആലോചിച്ചോക്കെ, വലിയ ബഹുമാനമുള്ള മഹത്വമുള്ള മാസമാണ്. അപ്പോൾ ഈ മാസം ഖുർആൻ ആദരിച്ച മാസമാണ്. 5ാമത്തത് പ്രിയപ്പെട്ടവരെ കേട്ടോളൂ, അതായത് പരിശുദ്ധമായ ഹജ്ജിൻ്റെ ശുഹൂറുകളില്ലേ, ഹജ്ജിൻ്റെ മാസം എന്ന് പറയുന്ന മാസം, അത് ശവ്വാൽ ഹജ്ജിൻ്റെ മാസമാണ്, ദുൽഖഅദ ഹജ്ജിൻ്റെ മാസമാണ്, ദുൽഹിജ്ജ ഹജ്ജിൻ്റെ മാസമാണ്. ഈ 3 മാസങ്ങളാണ് ഹജ്ജിൻ്റെ മാസം. അതിലും ഏത് മാസം കയറിയിട്ടുണ്ട്? ഹജ്ജിൻ്റെ മാസം എന്ന് പറയുന്നതിലും ഏത് മാസമുണ്ട്? ദുൽഖഅദ മാസമുണ്ട്. ആ മാസത്തിലേക്കാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത്. ഇനി 6ാമത്തത് ഉംറ നിർവഹിക്കാൻ വലിയ കൂലിയുള്ള മാസമാണ്. ഉംറ ചെയ്യാൻ വലിയ പ്രതിഫലമുള്ള മാസമാണ് ഈ പരിശുദ്ധമായ ദുൽഖഅദ മാസം. എനിക്കിപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് സൗകര്യപ്പെടാൻ പാടാണ്. ഏതായിരുന്നാലും സൗകര്യപ്പെട്ടാൽ ഏറ്റവും നല്ല കൂലി കിട്ടുന്ന, അതായത് പരിശുദ്ധ റമളാനിൽ ഉംറ ചെയ്താൽ ഹജ്ജ് പോലെയാണെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റമളാനിലെ ഉംറക്ക് ഹജ്ജിൻ്റെ പവറാണ്. നിങ്ങൾക്ക് റമളാനിലെ ഉംറക്ക് പോയാൽ പിന്നെ ഹജ്ജ് ചെയ്യേണ്ടെന്നല്ല, അത്രയും ബെനിഫിറ്റ് പവറുണ്ട് റമളാനിൻ്റെ ഉംറക്ക്. ആ ഉംറയേക്കാൾ കൂടുതൽ പ്രതിഫലം പരിശുദ്ധമായ ദുൽഖഅദയുടെ ഉംറയ്ക്കാണ് എന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. അത് പ്രസിദ്ധ അഭിപ്രായമല്ല, ഏറ്റവും പ്രഗത്ഭമായ അഭിപ്രായം റമളാനിൻ്റെ ഉംറയാണ് ഏറ്റവും ഫളിലുള്ള ശ്രേഷ്ഠതയുള്ള ഉംറ. അതാണ് ഏറ്റവും ആധികാരികമായ അഭിപ്രായം. എങ്കിലും പണ്ഡിത ലോകത്ത് ഡിസ്കസ് നടന്നിട്ടുണ്ട്. ഏത്? റമളാനിൻ്റെ ഉംറയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ദുൽഖഅദയുടെ ഉംറയിലുണ്ട്. അതിന് കാരണം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 ഉംറയും ദുൽഖഅദയുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ദുൽഖഅദ മാസത്തിൽ ഉംറക്ക് വല്ലാത്ത ഫളലുണ്ട്, പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കാം. 7ാമത്തത് ഉളുഹിയ്യ കർമ്മമുണ്ടല്ലോ, നമ്മളൊക്കെ ഒരുങ്ങാൻ പോവുകയാണ്. ഉളുഹിയ്യ കർമ്മം, ആ ഉളുഹിയ്യ കർമ്മം ദുൽഹിജ്ജ 10 പെരുന്നാളിൻ്റെ ബലിപെരുന്നാളിൻ്റെ അന്നാണ്, അല്ലെങ്കിൽ സമീപ സമയത്താണ് നമ്മൾ നടത്തുന്നതെങ്കിലും അതിൻ്റെ ഒരുക്കങ്ങളും മൃഗങ്ങളെ വാങ്ങാനും അതിനെ പരിചരിക്കാനും അതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വർക്കൗട്ട് നടക്കുന്ന എവിടെയാണ്? ദുൽഖഅദ മാസത്തിലാണ്. അങ്ങനെയാണ്. ദുൽഹിജ്ജ 1ൻ്റെ അന്നല്ല സാധാരണ നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങുന്നത്. നേരത്തെ കൂട്ടി ഒറ്റക്കാണെങ്കിലും നമ്മൾ ഷെയർ ചേർന്നിട്ടാണെങ്കിലും കൂടി ഒരു ഡിസ്കസ്സൊക്കെ നടത്തുമല്ലോ. നമുക്ക് ഈ കൊല്ലവും വേണ്ടേ, അറുക്കണ്ടേ, ആരൊക്കെയാണ് കൂടുക, ആരെങ്കിലും വേറെ ചേരാനുണ്ടോ, പുറത്തു പോകാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചർച്ചയൊക്കെ നടന്നിട്ട് അതിനു വേണ്ടിയുള്ള പണിപ്പാടുകൾ നടക്കുന്ന സമയം ദുൽഖഅദ മാസമാണ്. ആ ഒരു പ്രത്യേകത കൂടെ ഈ പരിശുദ്ധ മാസത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫളായിലൊക്കെ കേട്ടിട്ട് പഠിച്ചോനെ വല്ലാത്ത മഹത്വമുള്ള മാസമാണല്ലോ ദുൽഖഅദ മാസം എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് പോകാനല്ല, പണിയുണ്ട് നമുക്ക്.
ഈ പരിശുദ്ധ മാസത്തിൽ, കാരണം ഒരു നന്മ ചെയ്താൽ ഒരുപാട് കൂലി കിട്ടുന്ന മാസമല്ലേ, അപ്പോൾ നമ്മുടെ ഒരു കരുതൽ നീയത്ത് വേണം ആദ്യം കൽവിൽ. അള്ളാഹു ഈ പരിശുദ്ധ ദുൽഖഅദ മാസത്തിൽ ഒരുപാട് നന്മകൾ ഖൈറുകൾ എനിക്ക് ചെയ്യണം, ഒരുപാട് അമൽ എനിക്ക് ചെയ്യണം എന്നുള്ള മോഹം കൽബിൽ നിർബന്ധമായും വേണം. പിന്നെയോ ഇസ്തിഗ്ഫാർ, പാപം പൊറുക്കണേ എന്ന് പടച്ച റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം. ഇസ്തിഗ്ഫാർ ധാരാളമാക്കണം, ഇതുവരെ കഴിഞ്ഞ തെറ്റുകളൊക്കെ പൊറുക്കണം. കാരണം പരിശുദ്ധമായ മുഹറമായൊരു മാസത്തിലേക്കല്ലേ, ബഹുമാനമുള്ള റെസ്പെക്റ്റ് അള്ളാഹു കൊടുത്തിരിക്കുന്ന മാസത്തിലേക്കല്ലേ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ട് ഫ്രഷ് ആയിട്ട് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ദുആ ചെയ്യണം നമ്മൾ. പിന്നെയോ മൂന്നാമത്തത് ഹജ്ജ് എന്ന് പറയുന്ന പുണ്യകർമ്മം. അതിനുവേണ്ടി ഹജ്ജാജിമാർ, ഹജ്ജുമ്മമാർ പരിശുദ്ധമായ കഅബ ലക്ഷ്യമിട്ടുകൊണ്ട്, അള്ളാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പോവുകയാണ്. ആ പോകുന്ന യാത്രക്കാരായിരിക്കാം ചിലപ്പോൾ നമ്മൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ മഹല്ലുകാർ, നമ്മുടെ അയൽവക്കം, നമ്മുടെ പരിചയം ഇല്ലാത്തവർ. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നിട്ടും ഹാജിമാർ, ഹജ്ജുമ്മമാർ പുറപ്പെടുന്ന ഒരു സന്ദർഭമാണ്. യാത്രയൊക്കെ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലെല്ലാം എല്ലാ വിശ്വാസികളുടെ കൽബിലും, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട് പറയാണ്, നമ്മുടെ കൽബിൽ നിർബന്ധമായിട്ടും ഹജ്ജിന് പോകാനുള്ള അസ്മ വേണം. ചുമ്മാ ഒരു അഴകുഴമ്പൻ ഒരു നീയത്ത്, ഹജ്ജ് ചെയ്താൽ കൊള്ളാം, അവസരം കിട്ടിയാൽ ഞാനും ചെയ്യും, പോരാ. പിന്നെയോ അള്ളാഹുവേ എനിക്ക് ഇന്ന് നീ സമ്പത്ത് തന്നാൽ, അവസരം തന്നാൽ, പാവപ്പെട്ടവരെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇന്ന് തന്നെ ഞാൻ റെഡിയാണ്, ഞാൻ ഓൾ റെഡിയാണ് എന്ന് പറയുന്ന ഉറച്ചൊരു നീയത്ത് നമ്മുടെ കൽബിലുണ്ടെങ്കിൽ ഒരുപക്ഷെ കഅബ കാണാൻ ഈ ആയുസ്സിൽ ഭാഗ്യം അള്ളാഹു കൊടുക്കാത്തവർക്കും ഹാജിയുടെ കൂലി അള്ളാഹു നാളെ ആഖിറത്തിൽ കൊടുക്കുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പറയുന്നത്. അതുകൊണ്ട് ഉറപ്പ് കൽബിൽ വേണം, യഖീൻ വേണം, അസ്മ വേണം. ഹജ്ജിന് പോകാനുള്ള നിറഞ്ഞ താല്പര്യം, അതുമാത്രം പോരാ. അള്ളാഹു ഈ പോകുന്ന ഹാജിമാർ, ഹജ്ജുമ്മമാർ അവർക്ക് കൃത്യമായിട്ട് മഖബൂല് മബ്റൂറ് മർദിയായ ഹജ്ജ് ഉംറ സിയാറത്ത് അതിനുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ലാ. അവരുടെ ഹജ്ജ് നീ സ്വീകരിക്കണേ പടച്ചോനെ. ഇത് ഹജ്ജിന് പോകുന്നവരും പോകാനുള്ളവരൊക്കെ ദ്വാരക്കണം. എന്താ ഗുണമെന്നറിയോ? അങ്ങനെ ദുആ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന സൗഭാഗ്യം. ഇപ്പോൾ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ദ്വാരക്കാം, അള്ളാഹുവേ ഹജ്ജ് ചെയ്യാത്ത മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുസ്ലിമീങ്ങൾ അവർക്ക് നീ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ഉടൻ കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ, അള്ളാഹു എനിക്ക് ഭാഗ്യം നൽകണേ എന്ന് ദുആ ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റ് കൂടും എന്നാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞാൻ വേറൊരാൾക്ക് വേണ്ടി, മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നീ അവർക്ക് കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ ഉടൻ സഡൻ നമ്മുടെ മുന്നിൽ ഒരു മലക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് സ്വഹീഹായ ഹദീസാണ്, ദഈഫായ ഹദീസല്ല, സ്വഹീഹായ ഹദീസാണ്, ആമീൻ വലക ബിമിസ്ലിൻ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു മറ്റുള്ളവർ ഹജ്ജ് സ്വീകരിക്കട്ടെ. അത് നിങ്ങൾ ദുആ ചെയ്യാൻ ആര് മലക്കുകൾ വന്നിട്ട് പറയും, എന്നിട്ടോ വലക ബിമിസ്ലിൻ, നിനക്കും ഇതേപോലെ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹ് തരട്ടെ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൗഭാഗ്യം അങ്ങനെ ദ്വാരക്കണം നമ്മൾ. പ്രത്യേകിച്ച് ഹജ്ജിന് പോകുന്നവർക്ക് എന്ത് ദ്വാരക്കണം എന്ന് പറയും, ഇവിടെയും അവിടെയൊക്കെ സജീവമായിട്ട് അള്ളാഹു ഇക്കൊല്ലം ഹജ്ജിന് വന്നിട്ടുള്ള ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാ ഹാജിമാരുടെയും, ഹാജമാരുടെയും, ഹജ്ജുമ്മമാരുടെയും ഹജ്ജ് നീ കബൂലാക്കണം, ഉംറ കബൂലാക്കണം, സിയാറത്ത് മർദിയാക്കണം, സ്വീകരിക്കണം എന്ന് ദുആ ചെയ്താൽ ആദ്യം ആ ദുആ ചെയ്യുന്ന ഉമ്മാടെ ഉപ്പാടെ സഹോദരിയുടെ ഹജ്ജ് സ്വീകരിക്കും. വലിയ സൗഭാഗ്യമാണ്. അങ്ങനെയൊക്കെ നമ്മൾ ദുആ ചെയ്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ മുന്നേറാൻ. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ചെറിയ ചെറിയ നന്മകളാണെന്ന് കരുതി നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. എല്ലാ സുഹൃത്തുക്കളും സുന്നത്തുകളും എല്ലാം അടക്കം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. അക്സർ സവാബ, ഒരുപാട് കൂലി കിട്ടുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമലുകളും കൃത്യമായിട്ട് ചെയ്യാനും ഈ മുഹറമാക്കപ്പെട്ട ദുൽഖഅദ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് തെറ്റുകളെല്ലാം പൊറുക്കപ്പെട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ, അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മെല്ലാം അള്ളാഹു ചേർത്തി തരട്ടെ. അള്ളാഹു ഹജ്ജിനുള്ള സൗഭാഗ്യം ഉടൻ അള്ളാഹു നമുക്ക് തുറന്നു നൽകട്ടെ. പോകാനിരിക്കുന്നവർക്ക് ആഫിയത്തോടെ ദീർഘായുസ്സോടെ പോകാനും പോയി മടങ്ങി ഒരുപാട് പേര് നമ്മുടെ അൻവാർ ഫസലിൻ്റെ കുടുംബത്തിൽ ഹാജിമാർ, ഹജ്ജുമ്മമാർ ഒട്ടനവധിയുണ്ട്. ഒരുപാട് നാടുകളിൽ നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് ഹജ്ജിന് പോകാം. നമ്മുടെ ഈ അൻവാർ ഫസലിൻ്റെ കുടുംബത്തിലെ പ്രതിനിധികൾ, ഉമ്മമാർ, ഉപ്പമാർ ഹജ്ജിന് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് പേര് അറിയാൻ സാധിച്ചു, നേരിട്ടും അല്ലാതെയും. അൽഹംദുലില്ലാ, എല്ലാവർക്കും അള്ളാഹു അതിൻ്റെ സൗഭാഗ്യം, കബൂലിയത്തിൻ്റെ സൗഭാഗ്യം അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. മടങ്ങി വന്ന് സന്തോഷത്തോടെ നമ്മളൊക്കെ കാണാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെ ഇരുലോക വിജയികളിൽപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. എങ്ങനെയാണ് ശുദ്ധമായ തേൻ ഇവിടെ നിന്ന് കിട്ടും? ഒരുപാട് പേര് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. കഫാക്ക് ഹണി എന്ന് പറയുന്ന റോ ഹണി, അതായത് തേനീച്ചക്കൂട്ടിൽ നിന്നും പച്ചയായിട്ട് തേനെടുക്കുക. ഒരു പ്രോസസ്സിങ്ങും ഇല്ല, ഒരു ചൂടാക്കലും ഇല്ല, ഒരു കെമിക്കൽസ് ആഡ് ചെയ്യലുമില്ല. പച്ചയായിട്ട് 100% കൃത്യമായിട്ട് വിശ്വസനീയമായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് കഫാക്ക് ഹണി. അത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്താൽ
നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفيها